ഹലോ, സുദീപ് കൈലാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്വരൂപ മലയിൽ സുദീപ് കൈലാസിൻ്റെ സിസ്റ്റർ ആണ് ഇന്ന് പ്രസൻറ്ററായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് പുള്ളിക്കാരനെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിലായിരുന്നു. കുറേ സെലിബ്രിറ്റീസ് ഞങ്ങൾ അന്വേഷിച്ചു, കുറേ പേരൊക്കെ ലൈൻഡ് അപ്പ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എന്നെ സ്വയം സെലിബ്രിറ്റി ആയിട്ട് കാണുന്നുണ്ട്, ഞാൻ തന്നെ എങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് പുള്ളി പോസ്റ്റ് ചെയ്യുമെന്നുള്ളത് വേറെ കാര്യം. അപ്പം സുദീപേട്ടൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു അധികം അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു റെസിപ്പി കൊണ്ടിട്ടുള്ള ഒരു ഷേക്കാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇപ്പോൾ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം റോഡ് സൈഡിലൊക്കെ റെഡ് കളറിൽ ഇതുപോലൊരു സാധനം ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കുന്നത് കാണാം. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ അറബി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴമാണ്. ഈ ഈന്തപ്പഴം ആ ഒരു ഫോമിലേക്ക് വരുന്നതിന് മുന്നേ പച്ചയോടെ അല്ലെങ്കിൽ ഉണങ്ങുന്നതിന് മുന്നേ ഉള്ള ഈത്തപ്പഴമാണത്. ഈ ഈത്തപ്പഴം വെച്ചിട്ടാണ് ഞാനിന്ന് ഈ ഡേറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏട്ടൻ തന്നെ വാങ്ങിച്ചു തന്നിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഷേക്ക് ഉണ്ടാക്കാൻ ആദ്യം ഒരു മിക്സി ജാർ വേണം. ജാറെടുത്ത് വെക്കുക. പിന്നെ ഞാൻ ഈത്തപ്പഴം നന്നായിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടി പാല് വേണം. പക്ഷേ പാൽ അത്ര കട്ടി ആയിട്ടില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പാല് തണുത്ത പാലാണ്. പകരം ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ പഞ്ചസാര. ഇത്രയാണ് ഈ 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഈത്തപ്പഴം ജാറിലേക്ക് ഇട്ടു. കൂടെ ഐസ് ക്യൂബ്സും ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ്. പിന്നെ ഷുഗറും ആവശ്യത്തിന്, മധുരം അധികം ആവശ്യമുള്ള ആൾക്കാർക്ക് അതുപോലെ ഇടാം, അല്ല അത്ര വേണ്ടെങ്കിൽ കുറച്ചിടാം. ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ പഞ്ചസാര ഇടുന്നുള്ളൂ. നന്നായിട്ട് അടിക്കണം. എന്നിട്ട് ഒന്ന് ആ ഐസ് ഒന്ന് കട്ടയാവുന്ന പോലെ, കട്ട ഒന്ന് പൊടിയുന്ന പോലെ ഞാൻ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പാല് അതിലേക്ക് ഒഴിക്കണം. ഒന്നുകൂടെ അടിച്ചോളൂ. അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയിലുള്ള ഈത്തപ്പഴം ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. ഒരു ചെറിയൊക്കെ നിൽക്കണ മാതിരിയാണ് അല്ലേ? ഇതാ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ നല്ലതേ പറയുള്ളൂ, കാരണം ഞാൻ ഉണ്ടാക്കിയതാണല്ലോ. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ രുചി എന്നുള്ളതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ ഗുണം. എല്ലാവർക്കും അറിയാം, ഈത്തപ്പഴം കാൽഷ്യം അതേപോലെ അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. ബോഡി അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ്. കൂടെ പാലും കൂടെ ചേരുമ്പോൾ അത്രയും നന്നായിരിക്കും. ഷുഗർ വേണമെങ്കിൽ കുറയ്ക്കാം, ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ താല്പര്യം. ശരിക്കും നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച്.